സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഗുരുവായൂർ ദേവസ്വത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തി വരികയാണ്. 179 ദിവസത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. അഭിമുഖത്തിലൂടെയാണ് നിയമനം നടക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത് നിയമനം നേടാനാകും. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്കാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ ഒഴിവുള്ള ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് 179 ദിവസത്തേക്ക് താൽക്കാലിക നിയമനത്തിനായി 15/7/2026 ജൂലൈ 15-ാം തീയതി ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGTE or MGTE ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ തസ്തികയിലേക്കുള്ള പ്രായപരിധി 18-നും 36-നും ഇടയിലുള്ള, അതായത് 2026 ജനുവരി 1-ന് 18 മുതൽ 36 വയസ്സ് ആയവർക്ക് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. പ്രതിദിന വേതനം 800 രൂപയാണ്. ദിവസവേതനമാണ് പറയുന്നത്. 800 രൂപയാണ് ദിവസവേതനം. ഇൻ്റർവ്യൂ സമയം ജൂലൈ 15 രാവിലെ 10 മണി. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ, ID പ്രൂഫ് എന്നിവയുടെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും സഹിതം ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്തിന് 1 മണിക്കൂർ മുമ്പ് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഈ പോസ്റ്റിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ്സിൽ ലോവർ ഗ്രേഡ് KGTE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. മലയാളം, ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ ഹയർ ഗ്രേഡ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 2026 ജനുവരി 1-ന് 18 മുതൽ 36 വയസ്സ് വരെ. സാലറി സ്കെയിൽ പറയുന്നത് പ്രതിദിനം 820 രൂപയാണ്. ഇൻ്റർവ്യൂ സമയം ജൂലൈ 15-ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. താൽപ്പര്യമുള്ള ഹിന്ദു ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ, ID പ്രൂഫ് എന്നിവയുടെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതണം. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്തിന് 1 മണിക്കൂർ മുമ്പ് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂലൈ 15-ന് രാവിലെ 10 മണിക്കാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂലൈ 15-ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ്. ഈ പറഞ്ഞിരിക്കുന്ന നിശ്ചിത സമയത്തിന് 1 മണിക്കൂർ മുമ്പ് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. അടുത്ത നോട്ടിഫിക്കേഷൻ ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെൻറ്ററിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. ഈ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ ജനറൽ സിക്ക് നഴ്സിംഗിൽ 3 വർഷത്തിൽ കുറയാത്ത പരിശീലനം ഉണ്ടായിരിക്കണം. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഒരു ഒഴിവാണ് ഈ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രായപരിധി 1/1/2026-ന് 18 to 36 വയസ്സ് തികഞ്ഞവരായിരിക്കണം. ഇൻ്റർവ്യൂ തീയതി പറയുന്നത് 21/7/2026 10 മണിക്കാണ്, രാവിലെ 10 മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ദിവസവേതനം 1100 രൂപയാണ്. 1100 രൂപയാണ് ദിവസവേതനം. നിയമന കാലാവധി പറയുന്നത് 179 ദിവസത്തേക്കോ സ്ഥിര നിയമനം നടത്തുന്നത് വരെയോ അല്ലെങ്കിൽ അർഹമായ പ്രമോഷൻ അനുവദിക്കുന്നത് വരെയോ, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെയായിരിക്കും നിയമന കാലാവധി. താൽക്കാലിക നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും 21/7/2026-ന് ദേവസ്വം ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജാതി, വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ ഡോക്യുമെൻസും അതിൻ്റെ ഫോട്ടോ കോപ്പിയും വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റയും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. സംവരണ വിഭാഗത്തിന് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. യോഗ്യത SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കേരള സർക്കാർ നൽകുന്ന കോമ്പൗണ്ടിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ
കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമന കാലാവധി 179 ദിവസത്തേക്കോ സ്ഥിര നിയമനം നടത്തുന്നത് വരെയോ അല്ലെങ്കിൽ അർഹമായ പ്രമോഷൻ അനുവദിക്കുന്നത് വരെയോ ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെയായിരിക്കും നിയമന കാലാവധി. പ്രായപരിധി 1/1/2026 18 to 36 വയസ്സ് തികഞ്ഞിരിക്കണം. ഇൻ്റർവ്യൂ നടക്കുന്നത് 21/7/2026 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത്. ദിവസവേതനം 900 രൂപയാണ്. യോഗ്യരായ ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും 21/7/2026 ദേവസ്വം ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ഉദ്യോഗാർത്ഥികൾ ജാതി, വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ ഡോക്യുമെന്റ്സും വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റയും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവും ലഭിക്കുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ മെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്. ഈ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. നഴ്സിംഗ് അസിസ്റ്റൻ്റായി 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 179 ദിവസമാണ് നിയമന കാലാവധി പറയുന്നത്. 18 to 36 വയസ്സിനിടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് 21/7/2026 ഉച്ചയ്ക്ക് 2:30 ദിവസവേതനം പറയുന്നത് 710 രൂപയാണ്. അടുത്ത നോട്ടിഫിക്കേഷനാണ് ഫീമെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. നഴ്സിംഗ് അസിസ്റ്റൻ്റായി 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിലേക്കും ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 179 ദിവസമാണ് നിയമന കാലാവധി പറയുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫീമെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് 21/7/2026 ഉച്ചയ്ക്ക് 2:30 ഈ പോസ്റ്റിലേക്കുള്ള ദിവസവേതനം 710 രൂപയാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായിട്ട് 1 മണിക്കൂർ മുമ്പ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഹിന്ദു ഉദ്യോഗാർത്ഥികൾ ദേവസ്വം ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് ജാതി, വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ ഡോക്യുമെൻസും ഈ പറഞ്ഞ ഡോക്യുമെൻസിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പിയും അതുപോലെ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റയും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിന് 1 മണിക്കൂർ മുമ്പായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് ഓഫീസിൽ എത്തിച്ചേരാൻ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.